അതെ, ഇന്നത്തെ നമ്മുടെ യാത്ര സ്വിറ്റ്സർലൻഡിലേക്കാണ് കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ്. കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ട്രിപ്പാണേ. 2 ഡെസ്റ്റിനേഷനാണ് ഉള്ളത്. ആദ്യം നമ്മളൊരു ചോക്ലേറ്റ് ഫാക്ടറി, അത് കഴിഞ്ഞിട്ട് പിന്നെ ലുഗാനോ ലേക്ക്. ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കുള്ളത് യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. വഴിനീളെ നല്ല കാഴ്ചകളാണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ കൊണ്ട് സമൃദ്ധമാണ്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമില്ല ഇത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ളത്. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ബസ് നിർത്തി എത്തിക്കഴിഞ്ഞപ്പോഴേ ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ചുമപ്പും വെള്ളയുള്ള ഈ പശുവാണേ. ചാടിയാണ് പിള്ളേർ നിൽക്കുന്നത് അതിൻ്റെ മേളിലൊന്ന് കയറാനായിട്ട്. കയറി നമ്മൾ അകത്ത് ചെല്ലുമ്പോഴേ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. ഒരു ബിസ്ക്കറ്റിൽ മുക്കി ചോക്ലേറ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. എല്ലാവരും ആ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ അങ്ങോട്ട് കയറുന്ന ഒരു ഭാഗമുണ്ട്, കുറച്ച് ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുവാണേ. അടിപൊളിയാണ്. പിന്നെ ഈ പല പല കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ വരുന്നവരെല്ലാം ആദ്യത്തെ ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതാ ഇപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഭാഗമാണിത്. നമുക്കിവിടെ ഈ ഈ ഭാഗത്ത് തന്നെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേനും അതവിടെ ഫ്രണ്ടിൽ ടി വിയിൽ കാണാം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രിയാണത്. ഇച്ചിരിയും കൂടി അങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു സെക്ഷനായിട്ട് 2 സെക്ഷനായിട്ടാണ് അവരിത് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗത്തൂടെ കടന്നിപ്പോൾ ഇപ്പം അത് ചോക്ലേറ്റൊക്കെ അവർ വിൽക്കാനായിട്ട് വെച്ചേക്കുന്ന ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മൾ ശരിക്കും കണ്ണ് തള്ളിപ്പോയി ചോക്ലേറ്റ് കണ്ട്. കാരണം അത്രയധികം വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളാണ് ഇവിടെ നിരത്തി നിരത്തി വെച്ചേക്കുന്നത്. എത്ര കിലോ വേണേലും നമുക്ക് മേടിക്കാം. വൈറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ എന്ന് വേണ്ട എല്ലാം നമുക്കിവിടെ കിട്ടും. ഇവിടെ അധികം നേരം നിന്നാൽ നമുക്ക് പണി കിട്ടുമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിള്ളേരുമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതിൻ്റെ പുറത്ത് ചെറിയൊരു അരുവി പോലെ വെള്ളം കെട്ടി നിർത്തി അവരൊരു പ്രത്യേക ഭംഗിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, പക്ഷേ അത് അത്ര പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും കുറച്ച് നേരമൊക്കെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ലുഗാനോ ലേക്കാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് നിർത്തി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ കൊണ്ട് പോകുന്നതല്ലേ, ലോങ് ട്രിപ്പ് കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇടയ്ക്കൊരു ചെറിയൊരു സ്ഥലത്ത് നമ്മളൊന്ന് നിർത്തിയായിരുന്നു. ഈ വഴി നീളെ നമുക്ക് ഇതുപോലെ ഭയങ്കര നല്ല കാഴ്ചകളാണ്. അതുപോലെ തന്നെ 2 സൈഡും ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞ് ലേക്കുകളും പിന്നെ അതുപോലെ തന്നെ മലകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. സ്വിറ്റ്സർലൻഡ് നമ്മൾ അല്ലാതെ തന്നെ നിങ്ങൾ ഫോട്ടോയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാൻ പറ്റും. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് പ്രകൃതി ഭംഗി അത്രയ്ക്കുള്ള സ്ഥലമാണ്. എനിവേ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക മുന്തിരിയുടെ അങ്ങനെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങ് കായ്ച്ചിട്ടില്ലായിരുന്ന സമയമായിരുന്നു. കുറച്ച് നേരം പിള്ളേരൊക്കെ ഓടിയൊക്കെ കടന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. ലുഗാനോ ലേക്കാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഈ ലുഗാനോ ലേക്ക് ഭയങ്കര രസമാണ്. 2 സൈഡിലും ബോട്ടിങ്ങിനൊക്കെയുള്ള ഇഷ്ടംപടി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ബസ്സിന് പോയേക്കുന്നതുകൊണ്ട് നമ്മളവിടെ ലേക്കിൻ്റെ സമീപത്ത് ഇറക്കി വിടും. അതിനുശേഷം നമ്മൾ ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ തിരിച്ച് ബസ്സിൻ്റെ അരികിലെത്തുക, എല്ലാവരും കൂടി ഒരുമിച്ച് പോവുക. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പല വഴിക്ക് പോയി. കുറച്ച് പേര് ഫോട്ടോ എടുക്കാൻ പോയി, കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ പോയി. നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യായിരുന്നു. എന്തായാലും ഈ വൺ ഡേ ട്രിപ്പ് ഞങ്ങൾ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള. അവിടെ നിന്ന് ആവശ്യത്തിന് ഫോട്ടോയും എടുത്തു. ഇതാണ് ആ സ്ഥലമേ. എനിവേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.